നേതൃത്വവുമായി ഉണ്ടായ അതൃപ്തിയും ഒപ്പം തന്നെ പരിഭവങ്ങളും ഒക്കെ ശശി തരൂർ തുറന്നു പറഞ്ഞതിന് പിന്നാലെയായിരുന്നു ഇന്നലെ രാഹുൽ ഗാന്ധിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ കൂടിക്കാഴ്ചയിലും തനിക്ക് നേരിട്ട ബുദ്ധിമുട്ടുകൾ ശശി തരൂർ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ആ കൂടിക്കാഴ്ചയുടെ വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് താൻ ഒരിക്കലും ഒരു മുഖ്യമന്ത്രി പദം അത്തരത്തിലേക്കൊരു മോഹം തനിക്ക് ഉണ്ടായിരുന്നില്ല, താനൊരു അധികാരമോഹിയല്ല എന്നും അദ്ദേഹം നേതൃത്വത്തെ അറിയിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞാൻ തിരുവനന്തപുരത്ത് നിന്നുള്ള MP ആണ്. എൻ്റെ ഉത്തരവാദിത്തം എൻ്റെ ആ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള പരിഗണന, അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ അതുമായി മുന്നോട്ട് എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്തമെന്നും അത് തനിക്ക് വളരെ കൃത്യമായിട്ടുള്ള ബോധ്യം അക്കാര്യത്തിൽ തനിക്ക് ഉണ്ട് എന്നും അദ്ദേഹം ഇന്നലെ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കൊച്ചിയിൽ നടന്ന മഹാപഞ്ചായത്ത് പരിപാടിക്കിടെ ഉണ്ടായ ചില അതൃപ്തി, തനിക്ക് വേണ്ട രീതിയിലുള്ള പരിഗണന ലഭിച്ചില്ല എന്നൊക്കെയുള്ള ചില പരിഭവം തരൂർ നേരത്തെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അക്കാര്യവും അദ്ദേഹം ഇന്നലെ രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ തരൂരിന് കൃത്യമായിട്ടുള്ള പരിഗണന പാർട്ടിയിൽ ഉണ്ടാകുമെന്ന് രാഹുൽ ഗാന്ധി ഇന്നലെ ആ കൂടിക്കാഴ്ചയിൽ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളം പോകുന്ന ഘട്ടമുണ്ട്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് നിർണായകമാണ്. ഈ ഘട്ടത്തിൽ നേതാക്കളൊക്കെ ഒന്നിച്ചു നിന്ന് മുന്നോട്ട് പോകേണ്ട സമയമാണിതെന്നും രാഹുൽ ഗാന്ധി ഇന്നലത്തെ കൂടിക്കാഴ്ചയിൽ തരൂരിനോട് അറിയിച്ചിരിക്കുകയാണ്. അതിന് പിന്നാലെയാണ് ഈ നിയമസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ പ്രവർത്തനങ്ങളിലും ഈ സ്ഥാനാർത്ഥി പ്രചരണത്തിലും ഒക്കെ കൂടുതൽ ശക്തമാകണമെന്ന് നേതൃത്വം തരൂരിനോട് നിർദ്ദേശം നൽകുകയും പിന്നാലെ തരൂർ നടത്തിയ പ്രതികരണത്തിൽ അക്കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്.